ഇസ്ലാമിക റാഡിക്കൽ ടെററിസം. കാരണം ഓസ്ട്രേലിയയിൽ നടന്നു, അതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നു, ഫാൽഗാം, ഇതൊക്കെ നമ്മൾ മറക്കണ്ടാത്ത. എന്തുകൊണ്ടാണിത് ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഈ സംഭവം? കാരണം അവരുടെ അല്ലാത്ത കമ്മ്യൂണിറ്റിയെ എങ്ങനെയും തീർക്കുന്നു. അതിനെപ്പറ്റിയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കും ഉണ്ടാകുന്നത്. അനിൽ, സ്വാഗതം. നമസ്കാരം. നമസ്കാരം. അല്ലേ, ഈ പറയുന്ന ഓസ്ട്രേലിയയിൽ ഏകദേശം 16ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതിനുശേഷം 38ഓളം പേര് ഹോസ്പിറ്റലിലാണ്. ഇന്ത്യയിൽ റെഡ്ഫോർട്ടിലാണെങ്കിൽ അന്നും 12ഓളം പേര് കൊല്ലപ്പെട്ടു. വളരെയധികം പേര് സീരിയസ്ലി ഇൻജേർഡായി. ഫാൽഗാം, ഹിന്ദു കമ്മ്യൂണിറ്റി ആൾക്കാരെ വിളിച്ചു മാറ്റിയിട്ട് അവരെയും വെടിവെച്ച് കൊല്ലുന്നു. എന്താണ് ബേസിക്കലി ഇസ്ലാമിക ജിഹാദ് ഉദ്ദേശിക്കുന്നത്? എന്തുവാണ് ജിഹാദ് എന്ന് പറയുന്നത്? ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ് വാസ്തവത്തിൽ. അതിനെ ഇസ്ലാമിനെ അടുത്ത് മാറ്റാൻ പറ്റുകയില്ല. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഇപ്പോ ഖുറാന്റെ അകത്ത് കൽപ്പനയുണ്ട്, ഹദീസുകളിലും ഉണ്ട്. മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ നിങ്ങൾ അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്ന് ഖുറാൻ സൂറ 8 39 മറ്റൊക്കെ പറയുന്നുണ്ട്, 139 മറ്റും പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ സൂറ 9:5 അത് അറിയപ്പെടുന്നത് തന്നെ വാളിന്റെ ആയത്തുനിന്നാണ്. അപ്പൊ അതിനകത്ത് പറയുന്നത് ആ വിലക്കപ്പെട്ട മാസങ്ങൾ, അതായത് യുദ്ധം നിഷിദ്ധമായ 4 മാസങ്ങളുണ്ട്. ഈ 4 മാസങ്ങളും അല്ലാത്ത ബാക്കിയുള്ള 8 മാസങ്ങളും നിങ്ങൾ അവിശ്വാസികളെ എവിടെ വെച്ച് കണ്ടു കഴിഞ്ഞാലും അവരെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ധാരാളം ആയത്തുകളുണ്ട്, ഹദീസുകളും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പുസ്തകത്തിൽ പ്രമാണത്തിൽ കൽപ്പനയായിട്ടുള്ള കാലത്തോളം ഇതനുസരിക്കാൻ തയ്യാറായിട്ട് കുറച്ചു പേര് ഉറപ്പായിട്ട് മുന്നോട്ട് വരും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഇത് അവസാനിക്കില്ല. ഇതിനെ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് അവസാനിക്കില്ല, ഇത് ഈ പുസ്തകമുള്ള കാലത്തോളം. അപ്പൊ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുക എന്നുള്ളതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മൂർഖന്റെ വിഷം നമുക്ക് എടുത്തു കളയാൻ പറ്റില്ല, പക്ഷെ അവിടെ മൂർഖന്മാർ ഇത് സൂക്ഷിക്കാന്നുള്ള മുന്നറിയിപ്പ് മാത്രം വയ്ക്കാനും